ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയില് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബാലൻസ് സൈക്കോളജി പോർഷനാണ് ഇന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് സൈക്കോളജി പോർഷൻ. അപ്പൊ കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ള് കവർ ചെയ്തു. ഇത് കഴിഞ്ഞ DHSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇതിലെ സൈക്കോളജി സൈക്യാട്രി റിലേറ്റഡ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് കാണാൻ മറക്കരുത്. പഴയ പ്ലേലിസ്റ്റ് കഴിഞ്ഞ DHS എക്സാമിന്റെ ചെയ്ത പ്ലേലിസ്റ്റ് എന്തായാലും കാണുക. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണാൻ ഒരു കാരണവശാലും മറക്കരുത്. കാരണം കുറെ ഇമ്പോർട്ടന്റ് വീഡിയോകളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. പല ആളുകളും മെസ്സേജ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു പഴയ പ്ലേലിസ്റ്റ് പഠിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞത്. അങ്ങനെ കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 100 പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, അല്ലാതെ വാട്സപ്പും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളെ DHS ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 തൊട്ട് 30 വരെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് അല്ല, അത് നമ്മൾ മൈക്രോബയോളജിയിൽ നിന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ 11 തൊട്ട് 30 വരെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. ഇത് ഞാനൊരു ഓഡിയോ രീതിയിലാണ് ക്ലാസ് തരുന്നത്. നിങ്ങളെ മാക്സിമം ബോർ അടിപ്പിക്കാത്ത രീതിയിലുള്ള ബോർഡിൽ വെച്ചിട്ടാണെങ്കിലും ഓഡിയോ രീതി, അതുപോലെ നമ്മുടെ ഞാൻ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുള്ള വീഡിയോ, അങ്ങനെ പല വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു തരത്തിലും ബോർ അടിപ്പിക്കാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ തരണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ നമുക്ക് ഓഡിയോ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ഈ ഒരു കേട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പീപ്പിൾ സീക്ക് പബ്ലിക് റെക്കഗ്നീഷൻ, attention and power. This is an example of. Correct answer social motive ആണ്. സോഷ്യൽ മോട്ടീവിലാണ് പീപ്പിൾ സീക്ക് പബ്ലിക് റെക്കഗ്നീഷൻ, അറ്റൻഷൻ ആൻഡ് പവർ. സോ സോഷ്യൽ മോട്ടീവ് മീൻസ് ഹ്യൂമൻ ബീയിങ്സ് ആകുമ്പോൾ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ്സിൽ ഇന്ററാക്ഷൻ ചെയ്യണം. ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ സോഷ്യൽ ഗ്രൂപ്പിലുള്ള അച്ചീവ്മെന്റ്, പവർ, ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് സോഷ്യൽ മോട്ടീവ്. അതുപോലെ പേഴ്സണൽ മോട്ടീവ് ഉണ്ട്. പേഴ്സണൽ മോട്ടീവ് എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ രീതിയുണ്ട്, ഹാബിറ്റ്സ് ഉണ്ട്. എക്സസൈസ് ചെയ്യാം, ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ ആൽക്കഹോളിക്സ് ഉണ്ട്. അപ്പൊ ഗോൾ ഓഫ് ലൈഫ് സെറ്റ് ചെയ്യുക, ആസ്പിരേഷൻ, ഇൻസ്പയർ ചെയ്യുക, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, ആറ്റിറ്റ്യൂഡ്സ്. ഓരോ ആളുകളിലും ഓരോ രീതിയിലുള്ള പേഴ്സണാലിറ്റികൾ. സോ ബയോളജിക്കൽ മോട്ടീവ് ഉണ്ട്, ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മോട്ടീവ് ഉണ്ട്. അത് ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, സെക്സ് തുടങ്ങിയവയാണ്. ഇതൊക്കെയാണ് കൂടുതൽ പറഞ്ഞത്. അൺകോൺഷ്യസ് മോട്ടീവിൽ നമ്മൾ നേരത്തെ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ അൺകോൺഷ്യസ് മോട്ടീവ്, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കോസ്ഡ് ബൈ presence of 2 or more opposing desires which make one indecisive is called. Correct answer conflict ആണ്. അതായത് നമ്മുടെ ഒരു മനസ്സിനുള്ളിൽ രണ്ട് ആശയങ്ങൾ, രണ്ട് ആഗ്രഹങ്ങളോ ആശയങ്ങളോ ഐഡിയ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ്. 2 or more strong motive that cannot be solved together. നമ്മുടെ മനസ്സിലുള്ള 2 or 3 സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ്സ്, അതിനെ ഡിസിഷൻ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, subsystem of personality that operates on pleasure principle and satisfaction of basic needs is. കറക്റ്റ് ആൻസർ ഇഡ് ആണ്. നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞാണ്. ബേസിക് നീഡ്സ്, പ്രിമിറ്റീവ് നീഡ്സ്, ഇഡ്. അതായത് സെക്സ്, ഹങ്കർ, തേഴ്സ്റ്റ്, അങ്ങനെയുള്ള പെട്ടെന്ന് ഒരു കുട്ടികളുടെ മനസ്സ് പെട്ടെന്ന് ഉള്ള ആഗ്രഹം, പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. സൈക്കോ അനാലിറ്റിക് തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈഗോ എന്ന് പറയുമ്പോൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ടൈപ്പ് എ പേഴ്സണാലിറ്റി, ഇതെന്താണ്? ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാള് ടൈപ്പ് എ പേഴ്സണാലിറ്റി ആണെങ്കിൽ മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കും, കോമ്പറ്റീറ്റീവ് ആയിരിക്കും, മനസ്സിൽ അംബീഷൻ, ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും.
ടൈപ്പ് പേഴ്സണാലിറ്റി എ ആണെങ്കിൽ മൾട്ടി ടാസ്ക്, കോമ്പറ്റീറ്റീവ്, അംബീഷൻ മനസ്സിലുള്ള ആള്. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ ഈസി ഗോയിങ്, റിലാക്സ്ഡ് ആയിരിക്കും, സ്ട്രെസ് കുറച്ചിട്ടുള്ള ആളായിരിക്കും. ഈസി ഗോയിങ്, റിലാക്സ്ഡ്, സ്ട്രെസ് കുറച്ചിട്ടുള്ള ആളായിരിക്കും ടൈപ്പ് ബി. ടൈപ്പ് സി എന്ന് പറയുമ്പോൾ റിസർവ്ഡ് ആയിരിക്കും, കുറച്ച് ഉള്ളു വലിഞ്ഞ ഒരാളായിരിക്കും, പക്ഷെ പ്രിപ്പയർഡ് ആയിരിക്കും, ഏത് കാര്യത്തിലും പ്രിപ്പയർ ആയിട്ട് ഇറങ്ങി ചെല്ലുന്ന ആളായിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ, among the following types of marriage which one is not considered as polygamy? കറക്റ്റ് ആൻസർ സീരിയൽ മോണോഗാമിയെ നമ്മൾ ഒരിക്കലും പോളിഗാമി എന്ന് പറയില്ല, അത് അങ്ങനെ കൺസിഡർ ചെയ്യില്ല. ഇനി ഇത് ഓരോന്നും നോക്കാം. പോളിഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്? when a man is married to more than one wife, that is called polygamy. ഒരു മനുഷ്യൻ, ഒരാണ് കുറെ ലേഡീസിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പോളിഗാമി, ആ സിസ്റ്റമാണ് പോളിഗാമി. പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു വുമൺ കുറെ മനുഷ്യരെ, ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതിനെ പോളി ആൻഡ്രി എന്ന് പറയാം. സോ പോളിഗാമി, പോളി ആൻഡ്രി ആദ്യം അറിയണം. പോളി ആൻഡ്രി, പോളിഗാമി. പോളിഗാമി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കുറെ ലേഡീസിനെ കല്യാണം കഴിക്കുന്നു. പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു ലേഡി കുറെ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നു. ഇനി എന്താണ് സീരിയൽ മോണോഗാമി? സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സീരിയൽ അല്ല, സീരിയൽ അതോ അങ്ങനെ ഓർക്കാട്ടോ. സീരിയൽ മോണോഗാമി അതായത് ഒരു പാർട്ട്ണർ ഒരു കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഡൈവേഴ്സ് ആയി, എന്തെങ്കിലും കാരണം കൊണ്ട് ഡൈവേഴ്സ് ആയി അല്ലെങ്കിൽ ഡെത്ത് ആയി, അയാൾ തന്നെ വേറൊരാളെ കല്യാണം കഴിക്കുക. അതായത് ഒരു ലേഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ജെൻസിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആണ് മറ്റേ കല്യാണം കഴിക്കുന്നത്. അതായത് ഒരാൾ നിലവിലില്ലാത്ത സമയത്ത് മറ്റേ ആളെ കല്യാണം കഴിക്കുന്നത് നമുക്ക് സീരിയൽ മോണോഗാമി എന്ന് പറയാം. ആ ഒരു വ്യക്തിക്ക് മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ പിണങ്ങി പിരിയുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഡൈവേഴ്സ് ആയി, അങ്ങനെ വീണ്ടും കല്യാണം കഴിക്കുന്നതിനെ സീരിയൽ മോണോഗാമി എന്ന് പറയാം. മോണോഗാമി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓൺലി വൺ പാർട്ണർ, നമ്മുടെ സാധാരണ ഇപ്പോ നമ്മുടെ ഇടയിലൊക്കെ കാണുന്നത് ഒരാളെ കല്യാണം കഴിക്കുന്നു, അത് മോണോഗാമിയാണ്. മോണോഗാമി ഇത് വ്യത്യാസമൊക്കെ മനസ്സിലാക്കണം. നോട്ട്സ് എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്? കറക്റ്റ് ആൻസർ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ബാക്കിയെല്ലാം ഇന്റലിജന്റ് ടെസ്റ്റ് ആണ്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, വെസ്ലർ സ്കെയിൽ, ബട്ടിയ ബാറ്ററി ഓഫ് പെർഫോമൻസ് ടെസ്റ്റ്, ഇതൊക്കെ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഷോയിങ് എ സീരീസ് ഓഫ് പിക്ചർ ടു പേഷ്യന്റ്, ആസ്ക്ഡ് ടു ടെൽ സംതിങ്. ഒരു പേഷ്യന്റിന് കുറെ പിക്ചർ കാണിക്കുകയാണ്. പിക്ചർ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് പറയുക. ഇത് ഈ ഒരു നമ്മൾ ഉള്ളടക്കം എന്നുള്ള സിനിമയിൽ മോഹൻലാൽ ഒരു പേഷ്യന്റിനോട് ഒരു ലേഡി വന്നപ്പോൾ ആ ലേഡിക്ക് കുറച്ച് പിക്ചർ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു ടെസ്റ്റാണ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ്. ആ ഒരു ഫിലിം കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെസ്റ്റുകളാണ് കാലിപ്പർ പ്രൊഫൈല്, ഹെക്സക്കോ ടെസ്റ്റ്, ഇതൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? കാലിപ്പർ പ്രൊഫൈല്, ഹെക്സക്കോ ടെസ്റ്റ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം മനസ്സിലാക്കുക, സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, വെസ്ലർ സ്കെയിൽ, ബാറ്ററി പെർഫോമൻസ് ടെസ്റ്റ്, ഇതൊക്കെ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. പക്ഷെ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ തിയേറ്റർ നേഴ്സ് who was shouted by surgeon comes home and shows anger to her mother. The ego defense used here is. ഇത് വിവാദമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ DHSന്റെ. ഒരു സർജൻ നേഴ്സിനെ ഷൗട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലെസ് ത്രെട്ടണിങ് ഓബ്ജക്റ്റിലേക്ക് ആ ഒരു ദേഷ്യം തീർത്തു. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് അതായത് എ പേഴ്സൺ റീഡയറക്ട് ഹിസ് നെഗറ്റീവ് ഇമോഷൻ ടു ലെസ് ത്രെട്ടണിങ് ഓബ്ജക്റ്റ്. ഇവിടെ ലെസ് ത്രെട്ടണിങ് ആയത് ആരാണ്? ആ വീട്ടിലെ ആളുകൾ, അമ്മ. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലെയിമിങ് അതേഴ്സ്. ഇപ്പൊ ഒരാൾക്ക് നമുക്കൊരാളുടെ വെറുപ്പുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ അയാളുടെ കുറ്റം മാത്രമേ നമ്മുടെ മനസ്സിൽ കാണുകയുള്ളൂ. അതാണ് പ്രൊജക്ഷൻ. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, പക്ഷെ അയാൾ നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മൾ അയാളോട് ഒരു രീതിയിലേ കാണുള്ളൂ. നമ്മൾ എപ്പോഴും അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് പ്രൊജക്ഷൻ. ഇനി എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഒരു മച്വർ ടൈപ്പ് ഡിഫൻസ് മെക്കാനിസത്തിന് ഉദാഹരണമാണ്. മച്വർ ടൈപ്പ്. പ്രൊജക്ഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ ഇമ്മച്വർ ആണ്. അതൊക്കെ ഓർക്കണം കേട്ടോ. പ്രൊജക്ഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ ഇമ്മച്വർ ആണ്. സബ്ലിമേഷൻ എന്നുള്ളത് ഒരു മച്വർ ടൈപ്പ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗുണ്ടയെന്ന് വിചാരിക്കുക, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും.
അയാൾ നേരെ പോയിട്ട് ഇന്ത്യൻ ആർമി ജോയിൻ ചെയ്തു. അപ്പൊ അയാളുടെ കരുത്ത് അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിന് എതിരെ, പാകിസ്ഥാൻ ഭീകരർക്കെതിരെ തുരത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഈസ് സബ്ലിമേഷൻ. മച്ചൂർ ടൈപ്പാണ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ എന്താണ്? അതൊരു മച്ചൂർ ടൈപ്പാണ്. അതായത് ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിലെ ഒരാള് നന്നായിട്ട് പഠിച്ച് കളക്ടറായി. അപ്പൊ കോമ്പൻസേറ്റ് ചെയ്തു. അയാളുടെ പുവർ ഫാമിലി റിച്ച് ആയി മാറി. അതൊരു മച്ചൂർ ടൈപ്പാണ് കോമ്പൻസേഷൻ. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് മച്ചൂറും, ചീത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഇമ്മച്ചൂറും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെത്തേഡ് ഓഫ് സൈക്കോളജി ഇൻ വിച്ച് ഇൻഡിവിജ്വൽ അനലൈസിസ് വൺസ് ഓൺ ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ദ എക്സ്പീരിയൻസ് ഈസ് ടേംഡ് ആസ്. കറക്റ്റ് ആൻസർ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ആണ്. അതായത് സൈക്കോളജിയിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടേതായിട്ടുള്ള ചിന്തകളും തോട്ട്സും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യില്ല, അതൊരു ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡാണ്. മെഡിറ്റേഷൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ മെഡിറ്റേഷൻ, MS ലൈഫ് ടിപ്സ് ചാനലിൽ മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരം മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ഇരിക്കും, നമ്മുടെ ആ ഒരു ബ്രീത്തിൽ ഒബ്സർവ് ചെയ്യും, നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കും, ശ്രദ്ധിച്ചിരിക്കും. ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. എക്സാമ്പിൾ മെഡിറ്റേഷൻ. Try to understand feelings of our body and mind. That is meditation. Looking inward to examine one's thoughts and emotions. That is introspective method. മറക്കരുത്. എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ക്വസ്റ്റ്യൻസ് വല്ലാണ്ട് വീഡിയോ വല്ലാണ്ട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. Among the following, which one is not considered as free thinking? കറക്റ്റ് ആൻസർ റീസണിങ്. റീസണിങ് എന്നുള്ള ഒരിക്കലും ഒരു ഫ്രീ തിങ്കിങ് അല്ല. റീസണിങ് നമുക്ക് ആ പേര് തന്നെ ഉണ്ട്. നമ്മൾ റീസണിങ് എന്ന് പറഞ്ഞാൽ കണക്കൊക്കെ ചെയ്യല്ലേ, റീസണിങ്. അതൊരു ഫ്രീ തിങ്കിങ് അല്ലല്ലോ. ദാറ്റ് ഈസ് മെന്റൽ കൊഗ്നിറ്റീവ് പ്രോസസ്. മെന്റൽ കൊഗ്നിറ്റീവ് പ്രോസസ് ആണ് റീസണിങ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഡ്രീമിങ്, ഡേ ഡ്രീമിങ്, ഇമാജിനേഷൻ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ആ പേര് തന്നെ ഉണ്ട്, ഫ്രീ തിങ്കിങ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും, ഓ ഇത് ഓപ്ഷൻ അല്ല, നമുക്ക് അവോയ്ഡ് ചെയ്ത് പോകാം. അങ്ങനെ നിങ്ങൾ സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇമാജിനറി പെർസെപ്ഷൻ ഈസ് നോൺ ആസ്. ഹാലുസിനേഷൻ. ഇമാജിനറി പെർസെപ്ഷൻ, അതായത് അവിടെ ഒരു പ്രസൻസ് ഇല്ല, ഒരു സാധനം ഇല്ല, പക്ഷെ നമ്മൾ ആ സാധനത്തെ കണ്ടു. അത് ഹാലുസിനേഷൻ. വിഷ്വൽ ഉണ്ട്, ഓഡിറ്ററി ഉണ്ട്. ഓഡിറ്ററി ആണ് കോമൺ ഹാലുസിനേഷൻ. വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലി വി ആർ പെർസീവിങ്. ദാറ്റ് ഈസ് ഹാലുസിനേഷൻ. കോമൺ ഹാലുസിനേഷൻ ഓഡിറ്ററി ആണ്. വിഷ്വൽ ഉണ്ട്, ടാക്ടൈൽ ഉണ്ട്, അങ്ങനെ പലതരം ഹാലുസിനേഷൻ ഉണ്ട്. ജസ്റ്റേറ്ററി ഹാലുസിനേഷൻ. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മിസ് റെപ്രസെന്റേഷൻ ഓഫ് എ റിയൽ സെൻസറി സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ട്. ഒരു കയറ് രാത്രി കണ്ട് പാമ്പാന്ന് വിചാരിക്കുക, അത് ഇല്യൂഷനാണ്. ഇനി എന്താണ് പാരസ്തേഷ്യ? അപ്പൊ ഇല്യൂഷനും ഹാലുസിനേഷനും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധനം കിടപ്പുണ്ട്, അതിന് നമ്മൾ വേറെ എന്തോ തെറ്റിദ്ധരിച്ചു. ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല, പക്ഷെ നമ്മൾ എന്തോ ഉണ്ടെന്ന് നമ്മൾ കരുതുകയല്ല, നമ്മുടെ ഒരു അസുഖമാണത്. പാരസ്തേഷ്യ എന്ന് പറയുമ്പോൾ എന്താണ്? പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ. അതായത് ഒരു സെൻസേഷൻ ആണ്. ബേണിംഗ് സെൻസേഷൻ, നംബ്നെസ്, ഇച്ചിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. അബ്നോർമൽ സെൻസേഷൻ, ദാറ്റ് ഈസ് പാരസ്തേഷ്യ. ഹൈപ്പർസ്തേഷ്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഓഫ് യുവർ സെൻസസ്, സൈറ്റ്, ടച്ച്, സൗണ്ട്, സ്മെല്ല്, അതിന്റെയൊക്കെ സെൻസിറ്റിവിറ്റി കൂടുന്നു. അതാണ് ഹൈപ്പർസ്തേഷ്യ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് കൺസേൺഡ് വിത്ത് ഫാക്ച്വൽ നോളജ് ആൻഡ് അബ്സ്ട്രാക്ഷൻ? സോ ഫാക്ച്വൽ നോളജ്, ജനറൽ നോളജ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് സെമാൻറ്റിക് മെമ്മറിയാണ്. ജനറൽ നോളജ് അബൌട്ട് വേൾഡ്, ലൈഫിലുള്ള പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ വെച്ച് നമ്മൾക്ക് ഒരു ജനറൽ നോളജ് ഉണ്ടാവില്ല ഏതൊരു വ്യക്തിക്കും. അതാണ് സെമാൻറ്റിക് മെമ്മറി. മെമ്മറിയുടെ വീഡിയോ വേണമെന്ന് ചില ആളുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഈ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ മെമ്മറിയിൽ പറയുന്നുണ്ട്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീഡിയോ നിങ്ങൾ കാണുക. മെമ്മറിയുടെ വീഡിയോ ചോദിച്ച ആള് കാണുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക. നിങ്ങളിത് കണ്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആരൊക്കെ മെമ്മറിയുടെ വീഡിയോ ചോദിച്ചൊന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ നോളജ് അബൌട്ട് ദ വേൾഡ് ആണ്. ലൈഫിലെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് സെമാൻറ്റിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു റീകോൾ പേഴ്സണൽ പാസ്റ്റ്. അതായത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മനസ്സിലേക്ക് വരും. അതായത് നമ്മുടെ സ്കൂൾ ലൈഫ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. ചില ഒരു എപ്പിസോഡായിട്ട്, ഒരു സീരിയൽ പോലെ ഒരു ചെറിയ ഭാഗം, അതായത് ഞാൻ ക്ലാസ്സിൽ നിൽക്കുന്നതായിട്ടൊക്കെ
അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് ഡേ ഓഫ് സ്കൂള്, ചില ആൾക്കാർക്ക് ഫസ്റ്റ് ലവർ, അങ്ങനെയൊക്കെ ഓർമ്മ വരും. ദാറ്റ് ഈസ് എപ്പിസോഡിക്. ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? സ്നാപ്ഷോട്ട് ഓഫ് എ മൊമെന്റ്, ഷോക്കി ഇവന്റ് ആയിരിക്കും ഫ്ലാഷ് ബൾബ് മെമ്മറി. നമുക്കുണ്ടാകുന്ന ലൈഫിലുള്ള ഒരു ഇൻസിഡന്റിലെ ഒരു ഷോക്കി ഇവന്റ്, ആ പ്ലേസ്, ആ വർക്ക് പ്ലേസ്, അല്ലെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്ത വ്യക്തി, ഇപ്പൊ നമ്മളെ ഒരു മരണം വിളിച്ചു പറഞ്ഞ വ്യക്തി, അതൊക്കെയാണ് ഫ്ലാഷ് ബൾബ് മെമ്മറി. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടൈം മെമ്മറിയാണ്. മനസ്സിലാക്കുക, ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ ലോങ് ടൈം മെമ്മറിയാണ്. അൺകോൺഷ്യസ്ലി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന, അതായത് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു, നമ്മളറിയാതെ നമ്മുടെ ഇടത് കൈ ഗിയറിലേക്ക് പോവുകയാണ്, കാർ ഓടിക്കുകയാണ്, നമ്മുടെ വലത് കാല് നേരെ ആക്സിലേറ്റർ പോകണം, ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ ബ്രഷ് ചെയ്യുന്നത്, ഇതൊക്കെ ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. ടൈപ്പ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റർബൻസ് ഇൻ മോട്ടോർ ബിഹേവിയർ ഇസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഇൻ. സോ ഹിയർ കറക്റ്റ് ആൻസർ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഇൻ മോട്ടോർ ബിഹേവിയർ ആണ്. അതായത് സ്റ്റൂപ്പർ, വാക്സി ഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി, കാറ്ററ്റോണിക് എക്സൈറ്റ്മെന്റ്, മോട്ടോർ ആക്ടിവിറ്റി കൂടുന്നത് എക്സൈറ്റ്മെന്റിലായിരിക്കും. വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ അബ്നോർമൽ പോസ്റ്ററിൽ എത്ര നേരം വേണമെങ്കിലും പേഷ്യന്റിന് ഒരേ പൊസിഷനിൽ നിൽക്കുന്നതിനെ നമുക്ക് വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. മോട്ടോർ ആക്ടിവിറ്റി കൂടുന്നതിനെ ഹൈപ്പർ കൈനസിസ് എന്ന് പറയും. കുറയുന്നതിനെ സ്റ്റൂപ്പർ എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് കാറ്ററ്റോണിക്കിൽ നിങ്ങൾ ഓർത്താൽ മതി. മോട്ടോർ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഒന്നെങ്കിൽ അനങ്ങാതിരിക്കും, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്. പാരനോയിഡിൽ എന്താണ്? അതായത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും ഓഡിറ്ററി ഹാലുസിനേഷനും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ. ഏതൊക്കെയാണ്? ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ. ഇതൊക്കെ പോയിന്റ്സ് കേട്ടോ. ഇനി റെസിഡ്യുവൽ സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് സ്കിസോഫ്രീനിയ ഉണ്ടാവും. പക്ഷെ കറന്റിലി നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കറന്റിലി നോ പോസിറ്റീവ് സിംറ്റംസ്. അതായത് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഹാലുസിനേഷൻ ഒന്നും ഇല്ല. അതാണ് റെസിഡ്യുവൽ. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഹാലുസിനേഷൻ ആണ്. ഡിസോർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ ആൻഡ് സ്പീച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക്? തെറാപ്യൂട്ടിക് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ സിമ്പതി നമ്മൾ ഒരിക്കലും പാടില്ല പേഷ്യന്റിനോട്. അത് തെറാപ്യൂട്ടിക് അല്ല. സിമ്പതി പേഷ്യന്റിനോട് ഒരിക്കലും പാടില്ല, അത് തെറാപ്യൂട്ടിക് അല്ല. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കിന് എക്സാമ്പിൾസ് ആണ് ഹ്യൂമർ, വോയിസിങ് ഡൗട്ട്, യൂസിങ് സൈലൻസ്. കുറച്ചുകൂടെ പറയാം, യൂസിങ് സൈലൻസ്, അതുപോലെ ആക്സെപ്റ്റിംഗ്, ഗിവിംഗ് റെക്കഗ്നീഷൻ, ഓഫറിംഗ് സെൽഫ്, ബ്രോഡ് ഓപ്പണിംഗ്, ലിസണിംഗ്. ഇതൊക്കെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കഴിയുമെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫോം ഓഫ് തോട്ട് ഇൻവോൾവിംഗ് പ്രിയോക്യുപ്പേഷൻ വിത്ത് ഇന്നർ വേൾഡ് ആൻഡ് ലാക്ക് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി ഈസ് കോൾഡ്. കറക്റ്റ് ആൻസർ ഓട്ടിസ്റ്റിക് തിങ്കിങ് ആണ്. ലാക്ക് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി. ഓട്ടിസം നമുക്കറിയാം, സ്കിസോഫ്രീനിയയിലൊക്കെ കാണുന്നതാണ്. പ്രീ ഓക്യുപ്പൈഡ്, അതായത് സ്വന്തമായിട്ട് ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഓട്ടിസ്റ്റിക് തിങ്കിങ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓട്ടിസ്റ്റിക് തിങ്കിങ് ആണ്. റിപ്പിറ്റേഷൻ ഓഫ് എന്താണ് പെർസവറേഷൻ എന്ന് പറയുമ്പോൾ സെൻസ്ലെസ് റിപ്പിറ്റേഷൻ ഓഫ് സെന്റൻസ് ഓർ ഫ്രേസ്, വേർഡ്സ്, ദാറ്റ് ഈസ് പെർസവറേഷൻ. സെൻസ്ലെസ് റിപ്പിറ്റേഷൻ, അതായത് ഒരു സെൻസും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, പെർസവറേഷൻ. ഇല്ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നോട്ട് ഷോവിങ് ഗുഡ് ജഡ്ജ്മെന്റ് കാര്യമായിട്ടില്ല, അതായത് ഒരു തീരുമാനം എടുക്കുന്നില്ല, അതാണ് ഇല്ലോജിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് നിങ്ങൾക്ക് അറിയാം, ക്രിയേറ്റീവ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള തിങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറാഷണൽ ഫിയർ ഓഫ് ബീയിങ് അവേ ഫ്രം ഫെമിലിയർ പ്ലേസസ് ഈസ് ടേംഡ് ആസ്. അഗോറോഫോബിയ എന്താണ്? ഇറാഷണൽ ഫിയർ ഓഫ് ബീയിങ് അവേ ഫ്രം ഫെമിലിയർ പ്ലേസസ്, ദാറ്റ് ഈസ് അഗോറോഫോബിയ. പാനിക് അറ്റാക്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫോബിയാണ് അഗോറോഫോബിയ. അതായത് ഈ ഒരു വ്യക്തി, അഗോറോഫോബിയ ഉള്ള വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പം ഒരു സ്ഥലത്ത് പോകാൻ ഇഷ്ടമല്ല, ആ സ്ഥലം ഒഴിവാക്കും, ആ സിറ്റുവേഷൻ ഒഴിവാക്കും. അങ്ങനെ കോമൺ ആയിട്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ആ ഒരു പ്രശ്നം ഉണ്ടാകാം, അങ്ങനെയുള്ളവരുണ്ടാകാം. അഗോറോഫോബിയ. ഫ്ലൈറ്റിൽ കയറാൻ പേടിയുള്ളവർ അത് ഒഴിവാക്കും, അതായത് ആൾക്കൂട്ടങ്ങളെ ഒഴിവാക്കും, ഒറ്റയ്ക്കിരിക്കുന്ന ഒഴിവാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു
പ്രശ്നങ്ങളുള്ളത് അഗോറഫോബിയ. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫോബിയാണ് പാനിക് അറ്റാക്കിൽ. റിലാക്സേഷൻ ടെക്നിക്ക് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്രോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഹൈറ്റ് ആണ്. അക്രോഫോബിയ ഫിയർ ഓഫ് ഹൈറ്റ്. എയറോഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഫ്ലൈയിങ് ആണ്. എയറോഫോബിയ ഫ്ലൈയിങ്, വിമാനത്തിൽ കയറാൻ പേടി. ഇതിനെ നമുക്ക് എവിയോഫോബിയ എന്നും പറയും. എവിയോഫോബിയ എന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് വിത്ത് നോറെപ്പിനെഫ്രിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റിംഗ് ആക്ഷൻ ആൻഡ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് ADHD ഈസ്. കറക്റ്റ് ആൻസർ അറ്റോമോക്സെറ്റിൻ ആണ്. അറ്റോമോക്സെറ്റിൻ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് ആണ്. ADHDക്ക് യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് ആണ് അറ്റോമോക്സെറ്റിൻ. ബാക്കിയുള്ളതൊക്കെ ADHDക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിലും സ്റ്റിമുലന്റ് ഡ്രഗ് ആണ്. മീഥൈൽ ഫിനിഡേറ്റ്, അതുപോലെ ഡെക്സാംഫിറ്റാമിൻ. മീഥൈൽ ഫിനിഡേറ്റ് ADHD കൊടുക്കുന്നതാണ്, പക്ഷെ സ്റ്റിമുലന്റ് അല്ല. പിമോസൈഡ് എന്ന് പറഞ്ഞാൽ ടൂററ്റ് സിൻഡ്രത്തിന് കൊടുക്കുന്നതാണ്. ടൂററ്റ് സിൻഡ്രം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം പ്രോബ്ലം ആണ്. റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആൻഡ് പ്രൊഡ്യൂസിങ് അൺവാണ്ടഡ് സൗണ്ട്. മൂവ്മെന്റും ഒരു സൗണ്ടും ഉണ്ടാക്കുന്നതാണ് ടൂററ്റ്സ് ഡിസോർഡർ. അതൊരു ആന്റിസൈക്കോട്ടിക് ആണ് പിമോസൈഡ് കൊടുക്കുന്നത്. ഇനിയുള്ള 5 ക്വസ്റ്റ്യനും ആൻസറും മാത്രം വായിക്കുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ ഇത് മൊത്തം ഈ സൈക്കോളജിയുടെ മൊത്തം ഈ വീഡിയോയിൽ അങ്ങ് ഉൾക്കൊള്ളിച്ചേക്കാന്ന് കരുതിയാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആകുന്നു, 25 മിനിറ്റോളം എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, റീകറന്റ് എപ്പിസോഡ് ഓഫ് അക്യൂട്ട് സിവിയർ ആൻസൈറ്റി ദാറ്റ് ലീഡ് ടു ഫിസിക്കൽ സിംപ്റ്റം ആൻഡ് ഫീലിംഗ് ഓഫ് ഇംപെൻഡിംഗ് ഡൂം. കറക്റ്റ് ആൻസർ പാനിക് ഡിസോർഡർ ആണ്. പാനിക് അറ്റാക്ക് ചിലർക്കൊക്കെ വന്ന കേസാണിത്. അതായത് റിക്കറന്റ് എപ്പിസോഡ്സ് ഓഫ് ആൻസൈറ്റി ആണ്. ഇപ്പൊ ഞാൻ മരിച്ചു പോകും, അടുത്ത നിമിഷം ഇങ്ങനെ 5-6 മിനിറ്റ് തോന്നുകയാണ്. വിയർപ്പുണ്ടാവും, നംബ്നെസ് ഉണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടും. ആ സമയത്ത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് ആ പേഷ്യന്റിന് പോലും അറിയാൻ കഴിയില്ല. അതാണ് പാനിക് ഡിസോർഡർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോയ് ഹു ഈസ് വെരി പുവർ ഇൻ ഹിസ് സ്റ്റഡീസ് വാസ് നോട്ട് സ്കോൾഡഡ് ബൈ ഹിസ് ഫാദർ വെൻ ഹി സെക്യൂർഡ് എ പാസ് മാർക്ക് ഇൻ ഹിസ് എക്സാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കറക്റ്റ് ആൻസർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ച് ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് ഹു ഈസ് പുവർ ഇൻ ഹിസ് സ്റ്റഡീസ് was not scolded by his father when he secured a pass mark in his exam. This is an example of negative reinforcement. Which among the following is a hallucinogen that is known as peace pill? ഫെൻസിക്ലിഡിൻ എന്നുള്ളത് ഒരു ഹാലുസിനോജൻ ആണ്. പീസ് പിൽ എന്നറിയപ്പെടുന്ന ഒരു ഹാലുസിനോജൻ ആണ്. ഏത്? ഫെൻസിക്ലിഡിൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. 2 ക്വസ്റ്റ്യനുള്ളൂ, സൈക്കോളജി കഴിയും. Among the side effects of antidepressants, which of the following is not an autonomic side effect? Sedation ഒരു ഓട്ടോണോമിക് സൈഡ് ഇഫക്റ്റ് അല്ല. അതായത് ആന്റിഡിപ്രസൻസ് കഴിക്കുമ്പോൾ ധാരാളം സൈഡ് ഇഫക്ട്സ് വരും. ഡ്രൈ മൗത്ത്, മൈട്രിയാസിസ്, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. സെഡേഷൻ എന്നുള്ളത് ഒരു ഓട്ടോണോമിക് സൈഡ് ഇഫക്റ്റ് അല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ എക്സ് ഡെവലപ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ ആഫ്റ്റർ ഹിസ് ഡൈവോഴ്സ്. ഹിയർ ഡൈവോഴ്സ് ഈസ് കൺസിഡർഡ് ആസ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. ആ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, കാരണമായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡൈവേഴ്സ്. സോ ഹിയർ ദ ഡൈവേഴ്സ് ഈസ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. നമ്മൾ സൈക്യാട്രിക് നഴ്സിംഗ് പഠിച്ചപ്പോൾ MSc ചെയ്തിട്ടുണ്ട്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അവിടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എഴുതാറുണ്ട്. നിങ്ങളിപ്പോൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ കോസാണ്. പേഴ്സണാലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റി ഡിപ്പെൻഡൻസ് ആണ്. സോ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നമ്മൾ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളപ്പോൾ ആ ഒരു 20 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. അപ്പോൾ സൈക്കോളജി കഴിഞ്ഞു. നാളെ തൊട്ട് റിസർച്ച് ആണ്. റിസർച്ചിലെ പോയിന്റ്സും ഓൾഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും 3 ദിവസം, നെക്സ്റ്റ് 3 days. സോ പ്ലീസ് വാച്ച് ഓൾ ദ വീഡിയോസ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോ കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. കമൻറ്റ് ചെയ്യണമെന്നില്ല. കമൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു.
ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ വന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കമന്റ് ചെയ്ത് സമയം കളയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കമന്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.